ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമ്മുടെ ഇന്നത്തെ ഗൈഡൻസ് മെസ്സേജ് എടുക്കാം. ഓക്കെ, ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഇന്നത്തെ ജസ്റ്റ് നമുക്ക് ഇന്നത്തെ ദിവസത്തേക്കുള്ള യൂണിവേഴ്സിൻ്റെ ഗൈഡൻസ് ആയിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, എന്താണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് ഇന്നത്തെ ദിവസം? നിങ്ങൾ എന്താ അറിയാനുള്ളത്? ലെറ്റ്സ് സീ നിങ്ങൾക്കുള്ള മെസ്സേജസ് യൂണിവേഴ്സിൻ്റെ. ഓക്കെ, ഓപ്പർച്യൂണിറ്റി, ദാറ്റ്സ് good. Okay, Three of Pentacles and wow, oh my god. Actually like വളരെ എന്താ പറയുക, 2 A's ആണ് ഇവിടെ ഫസ്റ്റ് ഓഫ് ഓൾ വന്നിട്ടുള്ളത്. ഓക്കെ, ഐ തിങ്ക് ഇവിടെ നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ മടിച്ച് നിൽക്കുകയാണെങ്കിൽ, എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യണോ എന്തെങ്കിലും ചെയ്യണോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ, നിങ്ങളുടെ മനസ്സിലൊരു ആഗ്രഹം, ഒരു ഗോൾ, ഒരു വിഷ്, അല്ലെങ്കിൽ ഒരു കാര്യം എന്തെങ്കിലും ചെയ്യാൻ നിങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, പ്ലാനിങ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ഗോ ഹെഡ്. ഓക്കെ, ഇനി വെയിറ്റ് ചെയ്യണ്ട, ഗോ ഹെഡ്, മുന്നോട്ട് പോകൂ, ചെയ്യൂ. ഓക്കെ, എത്ര റിസ്ക് എടുത്തിട്ടായാലും ശരി, നിങ്ങളുടെ മനസ്സിൽ എത്ര ഡൗട്ട് ഉണ്ടെങ്കിലും ശരി, എന്തൊക്കെ പേടികളുണ്ടെങ്കിലും ശരി, ഓക്കെ, ജസ്റ്റ് സ്റ്റോപ്പ് തിങ്കിങ്, സ്റ്റോപ്പ് പ്ലാനിങ്, ടേക്ക് ആക്ഷൻ. ഓക്കെ, ഇനി ആ സ്റ്റെപ്പ് എടുക്കൂ എന്നാണ് പറയുന്നത്. ഓക്കെ, പ്ലാനിങ് സ്റ്റേജിലാണ് ഇപ്പം നിങ്ങളെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ പ്ലാനിങ് സ്റ്റേജ് മതി. ഓക്കെ, ഇനി ഇറ്റ്സ് ടൈം ടു ടേക്ക് ആക്ഷൻ. ഓക്കെ, നിങ്ങളിനി റെഡിയാണ്. ഓക്കെ, യു ആർ റെഡി. ആക്ച്വലി നിങ്ങൾ എന്ത് ചെയ്യാൻ തുടങ്ങിയോ, ഓക്കെ, അതിൽ നിങ്ങൾക്ക് ഫുള്ളിലേക്ക് നിങ്ങൾക്ക് ഫൈനാൻഷ്യൽ ഗ്രോത്ത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കരിയർ ഗ്രോത്ത് കാണും, അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ ഗ്രോത്ത് കാണും. നിങ്ങൾ പഠിക്കുന്ന കാര്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ആ പഠിപ്പ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിൽ നിന്നൊരു ഏർണിംഗ് നിങ്ങൾക്ക് വരും. നിങ്ങളുടെ എന്തെങ്കിലും ടാലൻസ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾക്ക് ഏർണിംഗ് വരും. നിങ്ങളുടെ ഫൈനാൻഷ്യൽ ഗ്രോത്ത് ആണ് ഇവിടെ എനിക്ക് കാണുന്നത്, അബൻഡൻസ് ആണ് കാണുന്നത്. ആക്ച്വലി രണ്ടും പറയുന്നത് നോക്കൂ, ഓപ്പർച്യൂണിറ്റിയാണ്. സി, നിങ്ങളുടെ മുമ്പിൽ ഒരു അവസരമാണിപ്പോൾ. ഓക്കെ, രണ്ടും ഓപ്പർച്യൂണിറ്റി, ഗ്രോത്ത്, ക്രിയേറ്റീവ്, ആക്ഷൻ. ഓക്കെ, സി, ആക്ഷൻ എടുക്കൂ. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്താലും, നിങ്ങൾ ശരിക്കും നമ്മൾ പറയില്ല, ഇപ്പോഴത്തെ സമയം നമ്മൾ ഈ മിഡാസ് ടച്ച് എന്ന് പറഞ്ഞിട്ട്, നിങ്ങൾ മിഡാസിൻ്റെ സ്റ്റോറി കേട്ടിട്ടുണ്ടോ? മുമ്പ് പണ്ട് കേട്ടിട്ടുണ്ടോ? ചിലപ്പോൾ ചെറുപ്പത്തിലൊക്കെ ഒരു രാജാവ് എന്ത് തൊട്ടാലും സ്വർണ്ണമാവുന്ന ഒരു കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നറിയില്ല. അതിന് മിഡാസ് ടച്ച് എന്ന് പറയും. ഇപ്പോൾ ആ ഒരു അവസ്ഥയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നിങ്ങളിപ്പോൾ എന്ത് തൊട്ടാലും സ്വർണ്ണമാവും. ഓക്കെ, അത് ഗോൾഡ് ആവും നിങ്ങളുടെ കയ്യിൽ. അങ്ങനത്തെ ഒരു സമയമാണ് നിങ്ങൾക്ക് യൂണിവേഴ്സായിട്ട് ഒരു സമയം. നമ്മൾ പറയില്ലേ, ചില സമയങ്ങൾ അങ്ങനെ വരും, ഇടയിലിടയിൽ ഇങ്ങനെ ചെറിയ സമയങ്ങൾ യൂണിവേഴ്സ് അങ്ങനെ നിങ്ങൾക്ക് വേണ്ടി എടുത്തു വെച്ചിട്ടുണ്ടാവും. സോ ഇവിടെ നിങ്ങൾ എന്ത് തുടങ്ങിയാലും അത് നിങ്ങൾക്ക് സക്സസ്സിലേക്ക് എത്തും. നിങ്ങൾക്ക് അതുകൊണ്ട് ബെനിഫിറ്റ് ഉണ്ടാവും. നിങ്ങൾക്ക് അതുകൊണ്ട് ഫൈനാൻഷ്യൽ ഗ്രോത്ത് ഉണ്ടാവും, കരിയർ ഗ്രോത്ത് ഉണ്ടാവും. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുകയാണെങ്കിലും ശരി, ഈവൻ ലൈക്ക് റിലേഷൻഷിപ്പ് ആണെങ്കിലും ശരി, ഫ്രണ്ട്ഷിപ്പിലായാലും ശരി, ഏത് കാര്യത്തിലായാലും ഇവിടെ അതിന് നിങ്ങളുടെ ടാലൻസ് നിങ്ങൾക്ക് റെക്കഗ്നൈസ് ചെയ്യപ്പെടാനുള്ള സമയമാണ്. നിങ്ങൾ എന്താണോ ചെയ്യുക, നിങ്ങളുടെ കഴിവുള്ളത്, ആ കഴിവുകൾ റെക്കഗ്നൈസ് ചെയ്യപ്പെടും. നിങ്ങൾ അതിനെ മറ്റുള്ളവരെ അതിനെ തിരിച്ചറിയും. നിങ്ങൾക്ക് അതിനുള്ള ബെനിഫിറ്റ് കിട്ടും. ഓക്കെ, നിങ്ങൾ ഇത്രയും കാലം ചെയ്ത ഹാർഡ് വർക്ക് ഉണ്ടെങ്കിൽ അത് ആൻഡ് ഇവിടെ നിങ്ങളോട് കൊളാബറേഷനായിട്ട് നിങ്ങൾ എന്തെങ്കിലും ഈവൻ ബിസിനസ് ചെയ്യുകയാണ്, അതിലാണെങ്കിൽ നിങ്ങൾക്കൊരു ഗ്രോത്തിൻ്റെ സമയമാണ്. എന്തോ ഒരു സമയം മാറിയ പോലെയാണ് എനിക്ക് പെട്ടെന്ന് ഫീൽ ചെയ്തത്. ഇന്ന് 2 ഡേയ്സ് ഒക്കെ വന്ന സ്ഥിതിക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു സമയം ചേഞ്ചിൻ്റെ കാര്യം ഉണ്ടാവാം, അല്ലെങ്കിൽ യൂണിവേഴ്സായിട്ട് തന്നെ എന്തെങ്കിലും അങ്ങനെ ഒരു സമയം ഉണ്ടാക്കുന്നതായിരിക്കും. എന്നിട്ട് ഇവിടെ നിങ്ങൾക്ക് ലൈക്ക് ഡബിൾ ഹാപ്പിനെസ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഓക്കെ, സംതിങ് ന്യൂ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ. ഈവൻ പോട്ടെ, ഇതെല്ലാം പോട്ടെ, നമ്മളിപ്പോൾ വലിയ ബിസിനസ് വേണ്ട, ജോലി വേണ്ട, പഠിത്തം വേണ്ട, ഒന്നും വേണ്ട. ഓക്കെ, നിങ്ങൾ വീട്ടിൽ ഡെയിലി നിങ്ങൾ രാവിലെ എണീക്കുന്നു, നിങ്ങൾ എന്തെങ്കിലും ഒരു എക്സസൈസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നു, അതിൻ്റെ ബെനിഫിറ്റ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടും. ലൈക്ക് നിങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടും. ഓക്കെ, അല്ല നിങ്ങൾ എന്തെങ്കിലും ഫൈനാൻഷ്യലി നിങ്ങൾ എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുന്നു, അതിൽ ഗ്രോത്ത് നിങ്ങൾക്ക് കാണും. നിങ്ങൾ എന്തെങ്കിലും പഠിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ആ പഠിപ്പ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിൽ നിന്നൊരു കരിയർ പാത്ത് നിങ്ങൾക്ക് കിട്ടും. മാത്രമല്ല നിങ്ങൾക്ക് ഏർണിംഗ് വരാൻ തുടങ്ങും. ഓക്കെ, നിങ്ങളുടെ എന്തെങ്കിലും ടാലൻസ് ആയിട്ട് വീട്ടിലായിട്ട് നിങ്ങൾ എന്തെങ്കിലും മീൻസ് നിങ്ങളുടെ സ്വന്തമായിട്ട് നിങ്ങൾക്ക് കഴിവോ കാര്യങ്ങളോ നിങ്ങൾ അതിനെ ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിലും നിങ്ങൾക്കൊരു ഫൈനാൻഷ്യൽ ഗ്രോത്തിൻ്റെ കാര്യമാണ് കാണുന്നത്. സോ ഇതിവിടെ നിങ്ങൾ ഐ തിങ്ക് ഇനി ചിന്തിച്ചുകൊണ്ടിരിക്കേണ്ട എന്നുള്ളൊരു അഡ്വൈസ് മാത്രമാണ് യൂണിവേഴ്സിൻ്റെ വരുന്നത്. ഓക്കെ, സ്റ്റാർട്ട് ആക്ഷൻ, സ്റ്റാർട്ട് പ്ലാനിങ്, സ്റ്റാർട്ട് ആക്ച്വലി ഇവിടെ ലീഡർഷിപ്പിൻ്റെ കാർഡ് കൂടിയുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനുള്ള കഴിവുണ്ട്, നിങ്ങൾക്ക് എന്തും ചെയ്തെടുക്കാനുള്ള കഴിവുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഇതുവരെ നിങ്ങൾക്ക് കിട്ടാതെ പോയത് എല്ലാം യൂണിവേഴ്സ് കൊണ്ട് തരുന്ന പോലെയാണ്. എനിക്ക് എന്തെങ്കിലും നിങ്ങളോട് പറയാൻ ബാക്കിയുണ്ടോ നോക്കട്ടെ. ലെറ്റ്സ് ജസ്റ്റ് ഡ്രീംസ് ആൻഡ് വാവ് ബ്യൂട്ടിഫുൾ. സി, നിങ്ങൾ ടെൻഷൻ അടിച്ചിരിക്കേണ്ട. നിങ്ങൾ ഐ തിങ്ക് ഓവർ തിങ്ക് ചെയ്യുന്നുണ്ട്. നിങ്ങളെ മനസ്സിൽ ആ കാര്യം കിടക്കുന്നുണ്ട്, നിങ്ങൾക്കത് ചെയ്യണം എന്നുള്ള അതിയായ ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ ആ ഒരു കാര്യം നിങ്ങൾ അതെന്താവുമെന്ന് ചിന്തിക്കുന്നുണ്ട്. നിങ്ങൾ ഒരുപാട് ടെൻഷൻ ഉണ്ട് നിങ്ങൾക്ക്. ബട്ട് യൂണിവേഴ്സ് പറയുന്നത് അത് വെറുതെയാണ്. ഓക്കെ, ഈ ഒരു നമ്മൾ ഓവർ തിങ്കിങ്ങിലേക്ക് പോവുകയാണ്. അത് തെറ്റിപ്പോയാലോ ശരിയായില്ലെങ്കിലോ എന്നുള്ള ചിന്തയാണ് അത് നിങ്ങളെ ബാക്കിലേക്ക് വലിക്കും. സോ ലീവ് ദാറ്റ്. ഓക്കെ, വിട്ട് കളഞ്ഞേക്കൂ. നിങ്ങളുടെ ഡ്രീംസ് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാനുള്ള സമയമാണ്. ഡ്രീംസ് കിട്ടാനുള്ള ബ്ലെസ്സിങ് ഉണ്ട്. യൂണിവേഴ്സ് നിങ്ങൾ കൂടെയുണ്ട്. ബിഗിനിങ്. ഓക്കെ,
നിങ്ങൾ പ്രൊട്ടക്റ്റഡ് ആണ്. എന്താണോ നിങ്ങൾക്ക് ചെയ്യാൻ ആഗ്രഹമുള്ളത് ചെയ്തോളൂ. ഓക്കെ, ന്യൂ ബിഗിനിങ്, സീറോ എന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന പോലെയാണ്, ഒരു ന്യൂ ബിഗിനിങ് ആണ്. നൈറ്റ് ഓഫ് ഫയർ, യെസ്, നിങ്ങൾ കോൺഫിഡൻ്റ് ആവുക, കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങൾ ആക്ഷൻ എടുത്തോളൂ. ഓക്കെ, നൗ ഇനി ഒന്നും നിങ്ങളെ തടുക്കാൻ സാധിക്കില്ല. ഇപ്പം നിങ്ങൾ എന്ത് തുടങ്ങുന്നോ അതിൽ നിന്ന് നിങ്ങൾക്ക് കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിൽ നിങ്ങൾക്ക് ഗ്രോത്ത് കാണും. ഓക്കെ, സോ മടിച്ച് നിൽക്കാതിരിക്കുക. ഓക്കെ, ടേക്ക് ആക്ഷൻ. ഇവിടെ നിങ്ങളെ ബ്ലോക്ക് ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് അഡ്വൈസ് ആയിട്ട് കൂടി യൂണിവേഴ്സിനോട് ചോദിക്കാം. എന്ത് കാര്യമാണ്? ജോലിക്ക് അപ്ലൈ ചെയ്യാൻ മടിച്ചു നിൽക്കരുത്. ഓക്കെ, ഗോ ഹെഡ്. അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൻ്റെ കാര്യമാണെങ്കിൽ ആരോടെങ്കിലും എന്തെങ്കിലും ഇഷ്ടമുണ്ട്, പറഞ്ഞോളൂ, തുറന്നു പറയൂ. ഓക്കെ, വട്ടെവർ എന്ത് കാര്യത്തിലായാലും ഇവിടെ നിങ്ങൾക്ക് ഒരു അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങോട്ട് വരുന്ന കാര്യമായിരിക്കാം, എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ മുമ്പിൽ വരുന്നുണ്ട്, നിങ്ങൾക്ക് നല്ലതാണ്. ഓക്കെ, ലെറ്റ്സ് സീ. ടേൺ ഷാഡോസ് ഇൻ ടു ഗോൾഡ് ബൈ ഷിഫ്റ്റിംഗ് യുവർ അവയർനെസ്. ഓക്കെ, ഇവിടെ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് അതായത് മനസ്സിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടാവുക, അല്ലെങ്കിൽ ഒരു പേടി ഉണ്ടാവുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ മാറ്റിയെടുക്കൂ എന്ന് പറയുന്നുണ്ട്. ആ പേടികളെ നിങ്ങൾ തന്നെ ഓവർകം ചെയ്യാൻ ശ്രമിക്കൂ. ആൻഡ് എംപവർമെൻറ്റ് റീബർത്ത് എന്നാണ് പറയുന്നത്. സോ നിങ്ങൾ അവനവനെ സ്ട്രോങ് ആക്കുക, കോൺഫിഡൻ്റ് ആക്കുക. ഓക്കെ, സോ ഇവിടെ മെയിനായിട്ട് ഐ തിങ്ക് നിങ്ങളുടെ മനസ്സിലെ ഡൗട്ടുകളാണ് ഇവിടെ ഏറ്റവും മെയിൻ പ്രശ്നം. ഒത്തൻറ്റിക് സെൽഫ്, ബി യുവർ സെൽഫ്, എവറി വൺ എൽസ് ഇസ് ഓൾറെഡി. ഓക്കെ, നിങ്ങൾ എങ്ങനെയാണോ അങ്ങനെ ആയിട്ടിരിക്കുക. നിങ്ങൾ ഒരിക്കലും നിങ്ങളെ തന്നെ മാറ്റേണ്ട ആവശ്യമില്ല. ഓക്കെ, നിങ്ങൾ എങ്ങനെയാണോ അങ്ങനെ തന്നെ ആയിരിക്കുക. ആൻഡ് നിങ്ങളുടെ കാര്യങ്ങൾ, നിങ്ങൾക്ക് എന്താണോ ആഗ്രഹം അത് ഫോളോ ചെയ്യൂ. ഓക്കെ, നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കൂ. ഓക്കെ, നിങ്ങൾ ഒത്തൻറ്റിക് സെൽഫായിട്ടിരിക്കും. നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങളെ തന്നെ സ്വയം മാറ്റേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, യുണീക്ക്നെസ്, നിങ്ങൾ വളരെ യുണീക്കാണ്. ഓക്കെ, ഹിഡൻ ഡിസയേഴ്സ്, യുവർ ഡീപ്പസ്റ്റ് ഡിസയേഴ്സ് ഹോൾഡ് ദ സീഡ് ഓഫ് യുവർ പൊട്ടൻഷ്യൽ. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് എന്തോ ആഗ്രഹമുണ്ട്, നിങ്ങൾക്ക് എന്തോ ഡ്രീം ഉണ്ട്. ഓക്കെ, ആ ഡ്രീമിനെ ഫോളോ ചെയ്യൂ. ഓക്കെ, ആ ഡ്രീം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എന്താണ് നിങ്ങളുടെ ഡ്രീം എന്ന് ആലോചിച്ച് നോക്കൂ, അതിനെ ഫോളോ ചെയ്യൂ. ഓക്കെ, അതിനെ ഫോളോ ചെയ്താൽ അതിലാണ് നിങ്ങളുടെ സീഡ് ഓഫ് പൊട്ടൻഷ്യൽ. ആക്ച്വലി നമ്മുടെ ഏസ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഓക്കെ, നിങ്ങളുടെ ആ ഒരു ആഗ്രഹം, നിങ്ങളുടെ ഒരു ഡ്രീം, ആ ഡ്രീം നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സ് പറയുന്നത് നിങ്ങൾ എന്ത് ചെയ്യണം എന്നാണ് നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നത്, ആ കാര്യം നിങ്ങൾക്ക് ബെനിഫിറ്റ് കൊണ്ടുവരും. സീഡ് ഓഫ് ഗ്രോത്ത് എന്ന് പറയാം. ഓക്കെ, ഒരു മരമായിട്ട് വളരുന്ന രീതിയിലാണ്. ഓക്കെ, നിങ്ങൾ അതൊരു സീഡാണ് എന്നാണ് പറയുന്നത്. ആ ഒരു ആഗ്രഹം അതിനെ സ്റ്റാർട്ട് ചെയ്യൂ, അത് നിങ്ങൾക്ക് അതിൽ തീർച്ചയായിട്ടും വളർച്ചയുണ്ടാവും. ഓക്കെ, ഡിവൈൻ ജഗ്ലിംഗ്, മാസ്റ്റർ ഡിഫറെൻറ്റ് ആസ്പെക്ട്സ് ഓഫ് യുവർ സെൽഫ്, ബോത്ത് ലൈറ്റ് ആൻഡ് ഡാർക്ക്. ഓക്കെ, നമ്മളുടെയൊക്കെ ഉള്ളിൽ എല്ലാവർക്കും നമ്മുടെ ഉള്ളിലെല്ലാം രണ്ട് വശം ഉണ്ടാവും. ഒന്ന് നമ്മളുടെ ഒരു ഡാർക്ക് സൈഡ്, ഒന്ന് എന്താ പറയുക, ലൈറ്റ് സൈഡ് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് നമ്മളുടെ ഉള്ളിൽ തന്നെ ചില പോസിറ്റീവ് കാര്യങ്ങളും ഉണ്ട്, ചില നെഗറ്റീവ് കാര്യങ്ങളും ഉണ്ട്. ബട്ട് രണ്ടിനെയും എംബ്രേസ് ചെയ്യൂ. രണ്ടിനെയും നമ്മൾ നമ്മൾ നെഗറ്റീവ് ഉള്ളതിനെ നമ്മൾ മനസ്സിലാക്കിയാൽ നമ്മൾ മാറ്റിയെടുക്കാൻ പറ്റും അല്ലേ. എന്താണ് നെഗറ്റീവ് എന്നുള്ളത് മനസ്സിലാക്കുക, നമ്മൾ മാറ്റിയെടുക്കുക. നല്ല പോസിറ്റീവ്സിനെ കൂടുതൽ നമ്മൾ ഡെവലപ്പ് ചെയ്യാനും ശ്രമിക്കുക. ഓക്കെ, അവനവനെ മാസ്റ്റർ ചെയ്യുക എന്നാണ് പറയുന്നത്, അത്രയേ ഉള്ളൂ. ഓക്കെ, നമ്മൾ അവനവനെ മാസ്റ്റർ ചെയ്ത് മുന്നോട്ട് പോവാം. അഡിക്ഷൻ, കമ്പൽസീവ് നീഡ് ഡിസ്പൈറ്റ് നെഗറ്റീവ് കോൺസിക്വൻസസ്, ഗെറ്റ് സപ്പോർട്ട് തെറപ്പി. ഓക്കെ, കുറച്ച് പേർക്ക് ഇവിടെ നിങ്ങൾക്ക് ഹീലിംഗ് വരുന്നതായിട്ടാണ് പറയുന്നത്. എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് അഡിക്ഷൻസ് ഉണ്ടെങ്കിൽ, കുറച്ച് പേർക്ക് ഡ്രിങ്കിങ് അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ, ഇതെല്ലാവർക്കും ആവില്ല. ഡ്രിങ്കിങ് ആർക്കെങ്കിലും ഒക്കെ അഡിക്ഷൻ, ഡ്രിങ്കിങ്, സ്മോക്കിംഗ് ഒക്കെ എന്തെങ്കിലും അഡിക്ഷൻസ് ആയിട്ടൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ പ്ലീസ് അത് നിങ്ങൾ സപ്പോർട്ട് എടുക്കുക. ഓക്കെ, നിങ്ങൾ സപ്പോർട്ട് എടുത്ത് നിങ്ങൾ തെറപ്പി ചെയ്യുക. ബിക്കോസ് അതൊക്കെ നിങ്ങളുടെ ഗ്രോത്തിനെ തടസ്സപ്പെടുത്തുകയാണെന്നാണ് പറയുന്നത്. ഈ കാര്യങ്ങൾ നിങ്ങളെ പുറകോട്ട് വലിക്കും. ഓക്കെ, സോ പ്ലീസ് ട്രൈ ടു ചേഞ്ച്. ഓക്കെ, മാറ്റാൻ പറ്റുന്നത് മാറ്റിയെടുക്കൂ. ഒരു കാർഡ് കൂടെ എടുത്തേക്കാം. കൺട്രോൾ ഇഷ്യൂസ്, ഫിയർ ഓഫ് ലൂസിങ് പവർ ഓർ ഫോൾസ് സെക്യൂരിറ്റി. ഓക്കെ, ഇവിടെ നിങ്ങൾക്കൊരു പേടിയുണ്ട്, എവിടെയോ നിങ്ങളുടെ ഉള്ളിലൊരു പേടിയുണ്ട് that നിങ്ങളുടെ കൺട്രോളിലെ കാര്യങ്ങൾ നിൽക്കില്ല എന്ന രീതിക്കായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ എല്ലാ കാര്യങ്ങളെയും കൺട്രോൾ ചെയ്യണം എന്നുള്ള നിങ്ങളുടെ ഉള്ളിൽ, അതായത് നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ പറയില്ലേ, ഞാൻ ഒരു പേടിയാണ് എന്തെങ്കിലും തെറ്റിപ്പോയാലോ, അങ്ങനെയൊക്കെയുള്ള ആ ഒരു പേടി കൊണ്ട് നമ്മളെല്ലാം കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കും, അല്ലെങ്കിൽ ഔട്ട്കം കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കും എന്ന് പറയും. അല്ലെങ്കിൽ നമ്മൾ ഇന്ന പോലെ തന്നെ കാര്യങ്ങൾ നടന്നാൽ മാത്രമേ ശരിയാവുള്ളൂ, ഇല്ലെങ്കിൽ ശരിയല്ല എന്ന രീതിയിൽ നമ്മുടെ മനസ്സിൽ ചില തോട്ട്സ് ഉണ്ടാവും. നമ്മളെല്ലാം കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ അതിനെ വിട്ട് കളയാനാണ് പറയുന്നത്. ആൻഡ് റിസൾട്ട് എന്താവും എന്നുള്ളത് നിങ്ങൾ ഒരു മനസ്സിൽ കൂടുതൽ ചിന്തിക്കേണ്ട അതിനെപ്പറ്റി. ഓക്കെ, നിങ്ങൾ ചെയ്യാൻ തുടങ്ങുക. ഓക്കെ, നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു പോവുക. അതിനുള്ള റിസൾട്ട് തീർച്ചയായിട്ടും യൂണിവേഴ്സ് നിങ്ങൾക്ക് തരും. യൂണിവേഴ്സിലേക്ക് നിങ്ങളുടെ ട്രസ്റ്റ് കൊടുക്കൂ എന്നാണ് പറയുന്നത്. ഓക്കെ, നമുക്ക് എല്ലാത്തിനെയും നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കില്ല. പല കാര്യങ്ങളും ചിലപ്പോൾ നമ്മുടെ കൺട്രോളിലായിരിക്കില്ല. ഓക്കെ, സോ ലെറ്റ് ഗോ ആൻഡ് ഗോ വിത്ത് ദ ഫ്ലോ. ഓക്കെ, സോ ഇതാണ് നിങ്ങൾക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള മെസ്സേജാണെന്ന് വന്നിട്ടുള്ളത്. നിങ്ങൾ എന്തെങ്കിലും ആഗ്രഹങ്ങൾ, നിങ്ങളുടെ ഡ്രീംസ് ഉണ്ടെങ്കിൽ പ്ലീസ് അതിനെ ഫോളോ ചെയ്യൂ. നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹമൊക്കെ ഉണ്ടെങ്കിൽ അതിനെ നല്ല രീതി നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിനൊരു അബണ്ടൻസ് വരും എന്ന രീതിക്ക്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിലൊരു മെറ്റീരിയൽ ഗ്രോത്ത്, ഫൈനാൻഷ്യൽ ഗ്രോത്ത് ഒക്കെ നിങ്ങൾക്ക് വരാനുള്ള സാധ്യതയാണ്. ഓക്കെ, സോ ഫോളോ ചെയ്യൂ. ആൻഡ് എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.